ക്ഷമ പരീക്ഷിക്കരുത് എന്നാണ് ഇപ്പോൾ അഫ്ഗാൻ വീണ്ടും പാകിസ്ഥാൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ അഫ്ഗാൻ ഇതേ മുന്നറിയിപ്പ് പാകിസ്ഥാന് കൊടുത്തിരുന്നു. അത് കൊടുത്തത് മുത്താക്കിയാണ്. അതായത് അഫ്ഗാനിസ്ഥാൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് എന്ന് ഇന്ത്യയുടെ മണ്ണിൽ നിന്നാണ് മുത്താക്കി ഈ മുന്നറിയിപ്പ് കൊടുത്തിരുന്നത്. കാബൂൾ ഇപ്പോൾ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായി തുടരുമ്പോൾ താൽക്കാലികമായി വെടിനിർത്തലിന് തയ്യാറായത് തങ്ങളുടെ ബലഹീനതയെ തെറ്റിദ്ധരിക്കരുതെന്ന് കാബൂൾ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തുർക്കിയിലെ ഇസ്താംബുളിൽ നടന്ന ചർച്ചയിൽ ധാരണയിലെത്താൻ ഇരുപക്ഷവും തയ്യാറായില്ലെങ്കിലും ഒടുവിൽ താൽക്കാലിക വെടിനിർത്തലിന് ഇരുവരും തയ്യാറാവുകയായിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ ക്ഷമയെ ബലഹീനതയായി തെറ്റിദ്ധരിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ ഹഖാനി കനത്ത മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാന്റെ ക്ഷമ വീണ്ടും പരീക്ഷിച്ചാൽ രാജ്യം ചുട്ട മറുപടി നൽകുമെന്ന് ഹഖാനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രദേശം സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ മുൻഗണനയാണ് എങ്കിലും ചർച്ചയുടെ പാതി ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ആരെങ്കിലും ആക്രമണം നടത്തിയാൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നാണ് ഇപ്പോൾ ഹഖാനി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ലോകത്തിലെ സാമ്രാജ്യങ്ങളോട് പോരാടിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രദേശം പ്രതിരോധിക്കാൻ ഞങ്ങൾക്കൊരു പ്രയാസവും ഇല്ല എന്നും ഹഖാനി പറഞ്ഞു. അഫ്ഗാനിസ്ഥാന് ദീർഘദൂര മിസൈലുകളോ കനത്ത ആയുധങ്ങളോ ഇല്ലായിരിക്കാം. എന്നാൽ ആക്രമണത്തിനെതിരായ പോരാട്ടത്തിൽ ശക്തമായ നിശ്ചയദാർഢ്യവും ദൃഢനിശ്ചയവുമുണ്ട്. പാകിസ്ഥാന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചില രാജ്യങ്ങൾ മറ്റുള്ളവരുടെ പരമാധികാരം ലംഘിക്കുകയാണ്. അഫ്ഗാനികൾ യുദ്ധക്കളത്തിൽ സ്വയം തെളിയിച്ചവരാണ്. ഞങ്ങളുടെ ക്ഷമ വീണ്ടും പരീക്ഷിച്ചാൽ പ്രതികരണം കടുത്തതായിരിക്കുമെന്നാണ് ടോളോ ന്യൂസിനോട് ഹഖാനി നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.